മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ചിന്തയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, മെയ് 1 തീയതി സാധാരണ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഓർമ്മയാണ് തൊഴിലാളികളുടെ ദിനം. കാരണം നമ്മൾ ഏറ്റവും അധികം ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ഓർക്കുന്ന ഒരു ദിനമാണ് മെയ്. ഞാൻ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു ചിന്തയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലോട്ട് പോവുകയാണെങ്കിൽ വളരെ പണ്ട് കാലത്ത് നമ്മെ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ അദ്ദേഹം നാടുവാണിരുന്ന കാലത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഒരു കമ്പവിളക്ക് സ്ഥാപിച്ചു. ആ ക്ഷേത്രം നമുക്കറിയാം, തിരുവനന്തപുരത്തെ ഏറ്റവും അധികം ഇപ്പോഴും പ്രസിദ്ധമായിട്ടുള്ള ആ ക്ഷേത്രത്തിൻ്റെ ഒരു കമ്പവിളക്ക് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു വിളക്ക് സ്ഥാപിച്ചു. ആ കാലഘട്ടത്തിൽ അങ്ങനെ നിർമ്മിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ചിത്രപ്പണികളും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കൊത്തുപണികളും ഒക്കെ കൂടെ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച ആ ഒരു കമ്പവിളക്കിന് പറ്റിയിട്ട് ആ സമയത്ത് രാജസദസ്സിലുണ്ടായിരുന്ന പ്രശസ്തരായ കവികളെല്ലാവരും തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് കവിതകൾ എഴുതി, കഥകൾ എഴുതി, അല്ലെങ്കിൽ വർത്തമാനങ്ങൾ പ്രചരിച്ചു. അങ്ങനെ ഒത്തിരി ഭംഗിയുള്ള കുറേ നല്ല രചനകൾ ആ ഒരു കമ്പവിളക്കിനെ അനുബന്ധിച്ച് നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മളുടെ എല്ലാം പാഠപുസ്തകങ്ങളിൽ അദ്ദേഹത്തെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. ഒപ്പം തന്നെ ഓട്ടം തുള്ളൽ എന്ന ഒരു കലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ അദ്ദേഹം ഓട്ടം തുള്ളലിലൂടെയാണ് കൂടുതലും തൻ്റെ നർമ്മത്തിലൂടെ തന്നെ മറ്റുള്ളവരുടെ മലയാളത്തെ ഞാൻ മലയാളം തന്നെയായിട്ട് വരുമ്പോൾ എൻ്റെ നാവ് കുഴയുന്നത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ആ മലയാളത്തിൻ്റെ ഭംഗി നമ്മൾ എപ്പോഴും ഉപയോഗിച്ചില്ലെങ്കിൽ അത് കുറഞ്ഞു പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. എന്തായാലും കുഞ്ചൻ നമ്പ്യാരിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ അദ്ദേഹം മാർത്താണ്ഡവർമ്മ കുഞ്ചൻ നമ്പ്യാരോട് മാത്രം ചോദിച്ചു, എന്താണ് കുഞ്ചൻ നമ്പ്യാർ മാത്രം ഈ ഒരു ദീപസ്തംഭത്തെ പറ്റി ഒന്നും തന്നെ എഴുതാതിരുന്നത്? എന്തുകൊണ്ടാണ് അതിൻ്റെ ആ കാരണം എനിക്ക് അറിയണമെന്ന് രാജാവ് കൽപ്പിച്ചാൽ ഉത്തരം പറയാതെ നിവൃത്തിയില്ല, അല്ലേ? അപ്പോൾ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ ഒരു വാചകമാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത. എന്താ നമ്പ്യാരെ ഒന്നും എഴുതാതിരുന്നത്? മഹാരാജാവ് ചോദിക്കുകയാണ്. കൽപ്പിച്ചപ്പോൾ ഉത്തരം പറയാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്താണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത്? നമ്പ്യാർ ഇങ്ങനെ പറഞ്ഞു, എന്തെഴുതാനാണ് തിരുമേനി? ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം. അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ആ സ്തംഭം മഹാ ആശ്ചര്യം തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് കവികളും അല്ലെങ്കിൽ അവരെ ആ പ്രശംസിച്ചെഴുതിയവരും അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരേ ഒരു ആവശ്യം, അതെ, പണം മാത്രമാണ് എന്ന്. കുഞ്ചൻ നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം കവിതകളിലൂടെയും അല്ലെങ്കിൽ തൻ്റെ ഓട്ടംതുള്ളലിലൂടെയും അർത്ഥമില്ലാത്ത ജീവിതങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്തുതി കീർത്തനങ്ങൾ പാടാതെ യാഥാർത്ഥ്യ മുഖങ്ങളെ തുറന്നു കാണിക്കുന്ന അദ്ദേഹം പച്ചയായ കുറേ നല്ല സത്യങ്ങൾ ഓട്ടംതുള്ളലിലൂടെയും മറ്റ് പല രീതിയിലൂടെയും തുറന്നു കാട്ടിയിരുന്നു. ഇതിലൊരു യഥാർത്ഥമായൊരു സത്യം നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ ലോകത്തിൽ നാം എവിടെയെല്ലാം പോകുന്നുവോ എല്ലാവരും തന്നെ പല രീതിയിൽ പലരെയും, ലോകം മുഴുവനെയും സഹായിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവരും തന്നെ സഹായിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഏറ്റവും വ്യക്തമായ ഒരാവശ്യം നമുക്കും കിട്ടണം പണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മോട് കൂടെ ആയിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥമായ മുഖം എന്താണ് എന്ന് എങ്ങനെ നമുക്കറിയാം? അധ്വാനിക്കാതെ എങ്ങനെ പണം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി മാത്രം നമുക്ക് ചുറ്റും നമ്മെ തിരയുന്ന ആളുകളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അതാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പഠിക്കേണ്ടത്. പലരും വളരെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ വളരെ നല്ല രീതിയിൽ ജനങ്ങളെ മുന്നോട്ട് നയിക്കുവാനും നന്മയെ മുന്നോട്ട് നയിക്കുവാനും പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും പലരും അതിനപ്പുറം ചെമ്മരിയാടിൻ്റെ തോല് വെച്ച് ഉള്ളിൽ വളരെ ഹീനമായ കുറേ നല്ല അജണ്ടകൾ, അവരുടേത് മാത്രമായിട്ടുള്ള അജണ്ടകൾ വെച്ച് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നന്മയെ നമുക്കെങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും? ഞാൻ വീണ്ടും മറ്റൊരു കഥയിലോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഗംഗാ നദിയിൽ സ്നാനം ചെയ്യുകയാണെങ്കിൽ
എന്താണ് ഉണ്ടാവുക? നമ്മളെല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്ന പരിശുദ്ധമായ ആ നദിയിലുള്ള സ്നാനം നമ്മുടെ ആത്മാവിനെ നിർവൃതിയിലേക്ക്, നമ്മുടെ സൃഷ്ടാവിലേക്ക് എത്തിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഹിന്ദു മത വിഭാഗത്തിലുള്ള സുഹൃത്തുക്കളോടൊപ്പമാണ് ഞാനും വളർന്നത്. ആ വിശ്വാസത്തിലുള്ള ഭാരതത്തിൽ നിന്നാണ് ഞാനും വന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ആ പുണ്യനദിയിൽ സ്നാനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ വിധത്തിലുള്ള ചീത്ത ഭാഗങ്ങളെയും മാറ്റി നന്മയുടെ പുത്തൻ നാമ്പുകൾ ഉണർത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഗംഗാ സ്നാനത്തിന് വേണ്ടി വ്രതമെടുത്ത് ഗംഗയിലേക്ക് പോകുന്ന നിരവധി ഭക്തർ നമ്മുടെ നാട്ടിലുണ്ട്. ഇതുമാതിരി ഒരു ഭക്തനാണ് ഒരു ഗംഗാ സ്നാനത്തിന് വേണ്ടി ഗംഗയിൽ സ്നാനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പുരോഹിതൻ്റെ അടുത്ത് എത്തുന്നു. പുരോഹിതനുമായിട്ട് സംസാരിക്കുന്നു. ഇതാണ് എൻ്റെ പ്രശ്നങ്ങൾ. പുരോഹിതൻ പറഞ്ഞു, നീ 3 പ്രാവശ്യം ഗംഗയിൽ സ്നാനം നടത്തണം. 3 പ്രാവശ്യം ഗംഗയിൽ സ്നാനം നടത്തണം. ഗംഗ ആരുടെയും സ്വന്തമല്ല. ഭാരതത്തിൽ നന്മ വിതച്ചുകൊണ്ട് സൗമ്യമായി ഒഴുകുന്ന ഒരു പുണ്യനദിയെ എങ്ങനെയെല്ലാം അശുദ്ധമാക്കുന്നു എന്നുള്ളത് വളരെ വലിയ വേറൊരു ചർച്ചാ വിഷയം തന്നെയാണ്. അങ്ങോട്ട് പോകാതെ ഗംഗയെ ആരും സ്വന്തമാക്കുന്നില്ല. ഗംഗ ഭാരതത്തിൻ്റെ സ്വന്തം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുരോഹിതൻ പറയുകയാണ്, ഞാനാണ് നിനക്ക് ഈ ഒരു മരുന്ന് നൽകിയത്. അതുകൊണ്ട് നിനക്ക് ഇപ്പോൾ ഗംഗയിൽ സ്നാനം ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഞാൻ നൽകിയ മരുന്നിന് എനിക്കും കിട്ടണം പണം. യെസ്, ഗംഗ മഹാ ആശ്ചര്യം തന്നെയാണ്, പക്ഷേ എനിക്കും കിട്ടണം പണം. ആ ഭക്തൻ ഒരു നാണയം എടുത്ത് പുരോഹിതന് കൊടുത്തു. പുരോഹിതൻ പറഞ്ഞു, ഇതുപോരാ, ഈ ഗംഗയിൽ സ്നാനം ചെയ്യണമെങ്കിൽ, നിനക്ക് നന്മ കിട്ടണമെങ്കിൽ ഇതുപോരാ. അങ്ങനെ വളരെയധികം വാഗ്വാദങ്ങളിലൂടെ അല്ലെങ്കിൽ ചർച്ചകളിലൂടെ അദ്ദേഹം ആ ഭക്തൻ്റെ കയ്യിലുള്ള എല്ലാവിധ പണവും വാരി വാങ്ങിക്കുകയാണ്. കാരണം നന്മ കിട്ടുക അല്ലെങ്കിൽ ശാന്തി കിട്ടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടെ വന്ന ആ ഒരു ഭക്തന് തൻ്റെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യവും ആ പുരോഹിതന് കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ പണം മുഴുവൻ തട്ടിയെടുത്ത പുരോഹിതനാണ് ഗംഗാ സ്നാനത്തിന് ആ ഭക്തനെ അനുവദിച്ചത്. ഇതാണോ നാം ചെയ്യേണ്ടത്? ഇന്നത്തെ ചിന്ത ഇത്ര മാത്രമാണ്. നാം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കേണ്ടത് നമ്മുടെ സ്വതസിദ്ധമായ ഒരു ആവശ്യമാണ്. അതുമാത്രമല്ല, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അത്. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരിലേക്ക് നന്മ പ്രസരിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ആ ഒരു കൊടും ചതി, വെറും പണം മാത്രമാണ് എൻ്റെ ആവശ്യം എന്നുള്ളൊരു കൊടും ചതി മാറ്റിവെച്ചുകൊണ്ട് നന്മയെ മാത്രം നൽകുക. ഇന്നത്തെ ജീവിതത്തിൽ പണം അത്യാവശ്യം തന്നെ, ഞാൻ ഒരിക്കലും അത് മറക്കുന്നില്ല. പക്ഷേ ഒന്ന് ഓർക്കുക, പണം മാത്രം കണ്ണുവെച്ചുകൊണ്ട് നാം നന്മ ചെയ്യുമ്പോൾ ആ നന്മയുടെ അർത്ഥം അവിടെ അവസാനിക്കുന്നു. പക്ഷേ നന്മ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നാം നന്മ പ്രവർത്തിക്കുമ്പോൾ പണം, ഐശ്വര്യം അത് നമ്മെ തേടി എത്തുന്നു. അതാണ് തത്വം. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ലോകത്തിൽ എവിടെയും ഈശ്വരന്മാരെ അന്വേഷിച്ച് ഓടി നടക്കാതെ, ലോകത്തിലുള്ള പല ഭാഗങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള നന്മകൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നന്മയെ മറന്നു പോകരുത്. നാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ നന്മ മറ്റുള്ളവർക്ക് നൽകുമ്പോഴാണ് നമ്മളിലെ ആ സൃഷ്ടാവിന് നിർവൃതി ഉണ്ടാകുന്നത്. അങ്ങനെയാണ് സൃഷ്ടാവ് തൻ്റെ സൃഷ്ടിയായ ആ മനുഷ്യനിലൂടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടികൾ ഒരുക്കുന്നത്. ആ സൃഷ്ടി എപ്പോഴും പ്രത്യേകതയുള്ളതായിരിക്കും. ആ സൃഷ്ടാവിൻ്റെ ഒരു കരവിരുത് അതിനുള്ളിലുണ്ടായിരിക്കും, നന്മ നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള ആ സൃഷ്ടാവിനെ ഉണർത്തിക്കൊണ്ട്, ആ സൃഷ്ടാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദീപസ്തംഭങ്ങളിലെ മഹാശ്ചര്യങ്ങൾ മറ്റുള്ളവർക്ക് കവിതകളായി കൊടുക്കുന്നതിന് അപ്പുറം സ്വന്തം ഹൃദയത്തിൽ താൻ അനുഭവിച്ച ആ സൃഷ്ടാവിൻ്റെ മഹാസ്നേഹം നമുക്കും അധ്വാനിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകാം. അധ്വാനമില്ലാതെ പണം മാത്രം ആർത്തിമൂർത്ത് ഓടുന്ന മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരുടെ മുന്നിലോട്ട് സ്നേഹം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, നിഷ്കളങ്കമായ നന്മ നിറഞ്ഞ നല്ല പ്രവർത്തികൾ നൽകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതായിരിക്കട്ടെ മെയ് മാസത്തിൻ്റെ ഒരു വലിയ ചിന്ത. ഈ ആഴ്ച നന്മ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, അകത്തുനിന്ന് പുറമേ നിന്ന് തൻ്റെ സൃഷ്ടാവിനെ സ്നേഹിക്കാൻ ഉതകുന്ന കുറേ നന്മ പ്രവർത്തികൾ ചെയ്യാൻ നമുക്ക്
സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ബിസ്മി. നന്ദി.